Hello my dear 5th Sem BPharm students, welcome to eFarm Learning app. So ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഏത് സബ്ജക്റ്റാണ്? മെഡിസിനൽ കെമിസ്ട്രി സബ്ജക്റ്റ്. സോ അതിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 റെഗുലർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എസ് എ ക്വസ്റ്റ്യൻ ഫോർ 10 മാർക്ക്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഫോർ 5 മാർക്ക് ആൻഡ് ആൻസർ ബ്രീഫ്ലി ഫോർ 2 മാർക്ക്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ജൂലൈ 2024 എക്സാം റെഗുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 എസ് എ ക്വസ്റ്റ്യൻസ് ആദ്യം എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളത് നോക്കാം. സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ലാസിഫൈ ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻറ്റ്സ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് സിന്തസിസ് ഓഫ് കെമിസ്ട്രി, മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് സിന്തസിസ് ഓഫ് എനി വൺ ആൻറ്റി മെറ്റബോളൈറ്റ്. സോ നമുക്കറിയാമല്ലേ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് നോക്കുക. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ ആൻഡ് ലുക്ക് അറ്റ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി കോൺസെൻട്രേറ്റഡ്. അതൊന്നും എക്സാമിൻ്റെ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നൊന്നും പറഞ്ഞിട്ട് എഴുതരുത്. ജസ്റ്റ് മെൻഷൻ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. അത് 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ക്ലാസിഫൈ ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻറ്റ് വിത്ത് എക്സാമ്പിളാണ് ആദ്യത്തെ പാർട്ട്. ദെൻ എക്സ്പ്ലെയിൻ ദ കെമിസ്ട്രി, മെക്കാനിസം ഓഫ് ആക്ഷൻ, സിന്തസിസ് ഓഫ് എനി വൺ ആൻറ്റി മെറ്റബോളൈറ്റ്. ഏതെങ്കിലും ഒരു ആൻറ്റി മെറ്റബോളൈറ്റിൻ്റെ സിന്തസിസും കെമിസ്ട്രിയും മെക്കാനിസം ഓഫ് ആക്ഷനും നമ്മൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. സോ നമുക്ക് ആൻസർ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നന്നായിട്ട് എന്തൊക്കെ എഴുതണം എന്ന് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാമെന്ന്. സോ നമ്മൾ എന്ത് എഴുതുമ്പോൾ നമ്മൾ ഡെഫിനിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതണം. സോ ഇവിടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു, ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻറ്റ്സ് ഇത് എക്സാമ്പിൾസ് ഏതാന്നുള്ളത്. സോ അതെന്ത് ചെയ്യുക, നമ്മുടെ നിയോപ്ലാസത്തിനെ കുറിച്ചിട്ടും ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻസിനെ കുറിച്ചിട്ടും ഒരു കുഞ്ഞു ഡെഫിനിഷൻ നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് നിയോപ്ലാസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അബ്നോർമൽ ആൻഡ് എക്സസീവ് സെൽ ഗ്രോത്ത് ഓഫ് ടിഷ്യൂസ് ദാറ്റ് ഫോംസ് വെൻ സെൽ ഗ്രോ ആൻഡ് ഡിവൈഡ് ഇൻ എൻ അൺകൺട്രോൾഡ് മാനർ. അതായത് നമ്മുടെ ബോഡിയിൽ കുറേ സെൽസ് ഉണ്ട്. ഈ സെൽസൊക്കെ ഒരു അൺകൺട്രോൾഡ് മാനറിൽ അൺകൺട്രോൾഡായി ഗ്രോ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഒരു ടിഷ്യൂ ഫോം ചെയ്യും. ആ ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്താ, അബ്നോർമൽ ആയിട്ടുള്ളതും എക്സസീവ് ഗ്രോത്ത് ഉള്ള ടിഷ്യൂ ആയിരിക്കും ഫോം ചെയ്യുക. ഓക്കെ, അതായത് നോർമൽ ടിഷ്യൂവിനെ പോലെയല്ല, വേറൊരു അബ്നോർമൽ ടിഷ്യൂ ആണ് ഫോം ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷനെയാണ് നിയോപ്ലാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിയോപ്ലാസം ക്യാൻ ബി ബെനിഗ്നൻ, അതുപോലെ തന്നെ മാലിഗ്നൻ നിയോപ്ലാസം ഉണ്ട്, ബെനിഗ്നൻ നിയോപ്ലാസം ഉണ്ട്. ബെനിഗ്നൻ നിയോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ നോട്ട് ക്യാൻസറസ് അല്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, അത് സ്പ്രെഡ് ചെയ്യോ ഇൻവൈഡ് ചെയ്യോ ചെയ്യത്തില്ല. മാലിഗ്നൻ്റ് ആണെങ്കിലോ ദേ ആർ ക്യാൻസറസ് ആൻഡ് സ്പ്രെഡ് ഓർ ഇൻവൈഡ് ടു അതർ നിയർ ബൈ ടിഷ്യൂസ്. അതാണ് നിയോപ്ലാസത്തിൻ്റെ 2 ടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നിയോപ്ലാസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അടുത്ത ഹെഡിങ് കൊടുക്കുക, ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻറ്റ്സ്. ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻറ്റ്സ് എന്താ, ദേ ആർ ദ ഡ്രഗ്സ് യൂസ്ഡ് ടു ട്രീറ്റ് ക്യാൻസർ ബൈ ഇൻഹിബിറ്റിംഗ് ദ ഗ്രോത്ത് ആൻഡ് സ്പ്രെഡ് ഓഫ് മാലിഗ്നൻറ്റ് സെൽസ്. അതായത് മാലിഗ്നൻറ്റ് സെൽസ് നമുക്കറിയാമല്ലേ സ്പ്രെഡ് ചെയ്യുന്നതാണ്. സോ അതിൻ്റെ ഗ്രോത്തും അത് സ്പ്രെഡ് ചെയ്യുന്നതും ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിയോപ്ലാസ്റ്റിക് ഏജൻസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ നിയോപ്ലാസ്റ്റിക് ഏജൻറ്റ്സ് ആർ ഡ്രഗ്സ് വിച്ച് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ക്യാൻസർ by inhibiting the growth and spread of malignant cells. നെക്സ്റ്റ് എന്ത് ചെയ്യുക, അടുത്തത് എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് റൈറ്റ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻറ്റ് ആൻഡ് റൈറ്റ് ദി എക്സാമ്പിൾസ് വിത്ത് കെമിക്കൽ സ്ട്രക്ചർ ഓഫ് ഈച്ച്. അടുത്ത് നമ്മൾ ഇതിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷൻസ് ചെയ്തുക, അതിന് അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചേഴ്സ് ചെയ്തുക, ഓരോന്ന് എക്സാമ്പിൾസും. സോ ആദ്യം എന്ത് ചെയ്യുക, ക്ലാസിഫിക്കേഷൻ ചെയ്യുക. ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുക, ആദ്യം നമ്മൾ ഈ ഓരോ കാറ്റഗറീസിനെയും ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നോക്കുക. സോ ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഏജൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഏതൊക്കെ, ആൽക്കൈലേറ്റിംഗ് ഏജൻറ്റ്സ്, ആൻറ്റി മെറ്റബോളൈറ്റ്സ്, ആൻറ്റിബയോട്ടിക്സ്, പ്ലാന്റ് പ്രൊഡക്ട്സ്, എൻസൈംസ്, ഹോർമോൺസ്, ഇമ്മ്യൂണോതെറാപ്പീസ്, ദെൻ മോണോക്ലോണൽ ആൻറ്റിബോഡി, റേഡിയോതെറാപ്യൂട്ടിക് ഏജൻറ്റ്സ്, സൈറ്റോപ്രൊട്ടക്റ്റീവ് ഏജൻറ്റ്സ് ആൻഡ് മിസ്സലേനിയസ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം ഇതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇനി നമ്മുടെ സിലബസ് പ്രകാരം
സ്പീഡായിട്ട് പറഞ്ഞു പോകാം. സിലബസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യുക, ഒരു 5 കാറ്റഗറീസാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് സിലബസ് പ്രകാരം? ആൽക്കൈലേറ്റിംഗ് ഏജൻസ് പഠിക്കണം, ദെൻ ആൻറ്റി മെറ്റബോളൈറ്റ്സ്, ആൻറ്റിബയോട്ടിക്സ്, പ്ലാന്റ് പ്രൊഡക്ട്സ് ആൻഡ് ഫൈനലി മിസ്സലേനിയസ്. ഇത്രയും കാറ്റഗറിയെ പഠിക്കാനുള്ളൂ. സോ അത്രയും കാറ്റഗറീൻ്റെ സ്ട്രക്ചർ എക്സാമ്പിൾസും പഠിച്ചാൽ മതി. സോ ഫസ്റ്റ് വൺ എന്താ? ആൽക്കൈലേറ്റിംഗ് ഏജൻറ്റ്. ആൽക്കൈലേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുമ്പം അത് എഗെയിൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഏതൊക്കെയാ? നൈട്രജൻ മസ്റ്റാർഡ്, പിന്നെന്താ? ആൽക്കൈൽ സൾഫനേറ്റ്, നൈട്രസോ യൂറിയ, ഇഥിലീൻ ഇമീൻ, മീഥൈൽ ഹൈഡ്രസീൻ. സോ ആദ്യത്തേത് എന്താ? നൈട്രജൻ മസ്റ്റാർഡ്. നൈട്രജൻ മസ്റ്റാർഡിൽ വരുന്ന എക്സാമ്പിൾസ് ഏതൊക്കെയാ? സൈക്ലോഫോസ്ഫമൈഡ്, ദെൻ സൈക്ലോഫോസ്ഫമൈഡ് കഴിഞ്ഞിട്ട് ക്ലോറാംബ്യൂസിൽ വരുന്നുണ്ട്. പിന്നെന്താ? മെക്ലോറെത്തമീൻ ആൻഡ് മെൽഫലാൻ, CC, സൈക്ലോഫോസ്ഫമൈഡ്, ക്ലോറാംബ്യൂസിൽ. ദെൻ MM, മെക്ലോറെത്തമീൻ ആൻഡ് മെൽഫലാൻ. ഇങ്ങനെ 4 എക്സാമ്പിളാണ് വരുന്നത്. ദെൻ അതിൻ്റെ സ്ട്രക്ചർ അതൊക്കെ ലെക്ചർ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുക? വരയ്ക്കുക. ഓരോ സ്ട്രക്ചറിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു സംഭവം, അതായത് NCH2CH2Cl. അത് കോമൺ ആയിട്ട് വരുന്നതാണ്. ഈ ഒരു സ്ട്രക്ചറിലായിക്കോട്ടെ കോമൺ ആണ്. ദെൻ ഈ ഒരു സ്ട്രക്ചറിലായിക്കോട്ടെ അതും കോമൺ ആണ്. ഡൈക്ലോറോ ഇഥൈൽ ഗ്രൂപ്പ് കോമൺ ആയിട്ട് വരുന്നതാണ്. ദെൻ അടുത്തത് ആൽക്കൈൽ സൾഫനേറ്റ് ആണ്. ആൽക്കൈൽ സൾഫനേറ്റിൻ്റെ എക്സാമ്പിൾ എന്താ? ബുസൾഫാൻ എന്ന് പറയുമ്പം പേരിൽ തന്നെ ഉണ്ട്. എന്ന് പറയുമ്പോൾ തന്നെ ബ്യൂട്ടെയിൻ ഓർക്കുക. ഓക്കെ, ബ്യൂട്ടെയിൻ ഒരു 4 മെമ്പേർഡ് ചെയിൻ ഉണ്ടെന്ന് ഓർക്കുക. ദെൻ സൾഫ എന്ന് പറയുമ്പോൾ സൾഫർ ഗ്രൂപ്പ് പ്രസൻ്റ് ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് നൈട്രസോ യൂറിയ ആണ്. നൈട്രസോ യൂറിയൻ്റെ എക്സാമ്പിൾ കാർമസ്റ്റീൻ. ദെൻ ഇഥിലീൻ ഇമീന് ഏതാ എക്സാമ്പിൾ? തയോട്ടേപ്പ. ദെൻ മീഥൈൽ ഹൈഡ്രസിൻ്റെ എക്സാമ്പിൾ ഡെക്കാർബസീൻ. ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുക? വരച്ച് വയ്ക്കുക. ദെൻ ആൻറ്റി മെറ്റബോളൈറ്റ്സിൽ വരുന്ന എക്സാമ്പിൾ ഏതൊക്കെ കാറ്റഗറിയാ? പിരിമിഡിൻ അനലോഗ്, പ്യൂരിൻ അനലോഗ് ആൻഡ് ഫോളിക് ആസിഡ് അനലോഗ്. ഈ പിരിമിഡിൻ അനലോഗിൽ വരുന്ന എക്സാമ്പിൾ ഏതാ? സൈറ്ററാബിൻ, 5-ഫ്ലൂറോയുറാസിൽ. പ്യൂരിൻ അനലോഗിലോ 6-തയോഗ്വാനിനും 6-മെർകാപ്റ്റോപ്യൂരിനും. 6-തയോഗ്വാനിൻ, ദെൻ ഫോളിക് ആസിഡ് ആൻറ്റഗോണിസ്റ്റിലോ മെത്തോട്രെക്സേറ്റ്, അസാതയോപ്രിൻ. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ എന്ത് ചെയ്യാം? പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ആൻറ്റിബയോട്ടിക്സിൽ വരുന്ന ഏതൊക്കെയാ? ഡോണോറുബിസിൻ, ഡോക്സോറുബിസിൻ, ബ്ലിയോമൈസിൻ. എല്ലാം റുബിസിൻ 2 റുബിസിൻ കാറ്റഗറിയിൽ വരുന്ന ഡോണോറുബിസിൻ, ഡോക്സോറുബിസിൻ. ആൻഡ് പിന്നെ ഏതാ? മൈസിൻ കാറ്റഗറിയിൽ വരുന്ന ബ്ലിയോമൈസിൻ. അതിൻ്റെ സ്ട്രക്ചർ കുറച്ച് വലിയ സ്ട്രക്ചറാണ്. അതെന്ത് ചെയ്യുക? നമ്മൾ പഠിച്ചു വെക്കുക. അത് വലിയ സ്ട്രക്ചറാണെന്ന് വെച്ചിട്ട് ഒമിറ്റ് ചെയ്യരുത്. നമുക്ക് അറിയാവുന്ന രീതിയിലെങ്കിൽ നമ്മളത് പഠിച്ചു വെക്കണം. സോ എന്തെങ്കിലും വരച്ച് അതിലുള്ള ഏതെങ്കിലും ഈ ഹെട്രോസൈക്കിൾ റിംഗ് ഒക്കെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അത്രയെങ്കിൽ അറിയാമെന്നുള്ളത് വാലിഡേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. സോ അങ്ങനെ മാർക്ക് കിട്ടും. ദെൻ ഈ ഡോണോറുബിസിൻ, ഡോക്സിറുബിസിൻ കണ്ടോ? ഈ സ്ട്രക്ചറിൽ ഒരു സിമിലാരിറ്റി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കോമൺ ആണ്. അതെന്താ? ഡോണോറുബിസിനിലാണെങ്കിൽ ഇവിടെ 9th പൊസിഷനിൽ C ഡബിൾ ബോണ്ട് CH3 ആണ് വരുന്നത്. എന്നാൽ ഇവിടെയാണെങ്കിലോ C ഡബിൾ ബോണ്ട് CH2OH, ഇവിടെ ഒരു OHും കൂടി വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ്. പ്ലാന്റ് പ്രൊഡക്ട്സിലെ ഏതൊക്കെ എക്സാമ്പിളാ? എറ്റോപോസൈഡ്, ദെൻ വിൻക്രിസ്റ്റിൻ, വിൻബ്ലാസ്റ്റിനും വിൻക്രിസ്റ്റിൻ സൾഫേറ്റ്, വിൻബ്ലാസ്റ്റിൻ സൾഫേറ്റ്. ഇതും ഡോണോറുബിസിനും ഡോക്സോറുബിസിനും പഠിച്ചതുപോലെ പഠിക്കാം. ഇതിലും ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. വിൻക്രിസ്റ്റിനിലാണെങ്കിൽ ക്രിസ്റ്റിൻ സി ഓർത്ത് നോക്കുക. സി ഇവിടെ എന്താ? എന്നിൽ C ഡബിൾ ബോണ്ട് O വരുന്നുണ്ട്. ക്രിസ്റ്റിൻ C ഡബിൾ ബോണ്ടോ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ദെൻ വിൻബ്ലാസ്റ്റിനിലാണെങ്കിലോ ഇവിടെ നൈട്രജനിൽ CH3 ഗ്രൂപ്പാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ബാക്കി സ്ട്രക്ചറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് വരയ്ക്കുക. അത് മാത്രം എന്ത് ചെയ്യുക? ഡിഫറെൻ്റ് ഉള്ളൂ, C ഡബിൾ ബോണ്ടോയും CH3. നെക്സ്റ്റ് മിസ്സലേനിയസ് ആണ്. മിസ്സലേനിയസിൽ എന്താ വരുന്ന എക്സാമ്പിൾ? സിസ് പ്ലാറ്റിൻ മൈറ്റോട്ടൈൻ. സിസ് പ്ലാറ്റിൻ എന്ന് പറയുമ്പോൾ പ്ലാറ്റിൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്ലാറ്റിൻ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഓർക്കുക. ദെൻ സിസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഗ്രൂപ്പ് ഓൺ സെയിം പ്ലെയിൻ അല്ലെങ്കിൽ സെയിം സൈഡ്. അപ്പോൾ ഇവിടെ ക്ലോറിൻ എന്താ? 2 ക്ലോറിൻ സെയിം സൈഡ്, 2 അമോണിയ ഗ്രൂപ്പ് സെയിം സൈഡ്.
അതാണ് സിസ്പ്ലാറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൈറ്റോട്ടീൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ റൈറ്റ് കെമിസ്ട്രി മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് സിന്തസിസ് ഓഫ് എനി വൺ ആൻറ്റി മെറ്റബിളൈറ്റ്. ഏതെങ്കിലും ഒരു ആൻറ്റി മെറ്റബിളൈറ്റ് മാത്രം എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്താൽ മതി. ഏതൊക്കെ ആൻറ്റി മെറ്റബിളൈറ്റാണ് നമ്മൾ പഠിച്ച പ്യൂരിൻ, പെരിമിഡിൻ, അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ആൻറ്റഗോണിസ്റ്റ് പഠിച്ചിട്ടുണ്ട്. സോ അതിൽ സിന്തസിസ് വരുന്ന 6-മെർകാപ്റ്റോപ്യൂരിനും മെത്തോട്രെക്സേറ്റും ആണ് സിലബസിലുള്ളത്. സോ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. സോ ഞാനിവിടെ 6-മെർകാപ്റ്റോപ്യൂരിൻ ആണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, 6-മെർകാപ്റ്റോപ്യൂരിന് ഹെഡിങ് കൊടുക്കുക. ദെൻ കെമിസ്ട്രി എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക. സ്ട്രക്ചർ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ IUPAC കെമിസ്ട്രി ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. IUPAC നെയിം എഴുതാം, മോളിക്കുലർ ഫോമുല എഴുതാം. ദെൻ എന്ത് ചെയ്യുക, അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ അതിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, അതായത് ഏതൊക്കെ ഹെട്രോസൈറ്റിൽ റിങ് പ്രസൻ്റ് ആണ്, ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രസൻ്റ് ആണ്, ഇതൊക്കെ എഴുതാം. ദെൻ എന്ത് ചെയ്യുക, SARഉം കൂടി നമുക്ക് കെമിസ്ട്രിയിൽ മെൻഷൻ ചെയ്യാം. ദെൻ അതിൻ്റെ IUPAC നെയിം എന്താ, 3,7-ഡൈഹൈഡ്രോപ്യൂരിൻ 6-തയോൺ ആണ് അതിൻ്റെ IUPAC നെയിം. സോ നമ്മൾ എന്ത് ചെയ്യുക, 6-മെർകാപ്റ്റോപ്യൂരിൻ ഒരു ആൻറ്റി മെറ്റബിളൈറ്റ് ആണെന്ന് എഴുതുക. ദെൻ അതൊരു പ്യൂരിൻ അനലോഗാണ്, പ്യൂരിൻ അനലോഗ്. ദെൻ ഇറ്റ് ഈസ് എ ഹൈലി എഫക്റ്റീവ് ആൻറ്റി നിയോപ്ലാസ്റ്റിക് ഡ്രഗ്. ദെൻ അതെന്ത് ചെയ്യുക, ഇറ്റ് ഇൻ്റർഫിയർ DNA RNA സിന്തസിസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്തിട്ട് സെൽ പ്രോലിഫറേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ 6-മെർകാപ്റ്റോപ്യൂരിൻ ഒരു തയോൾ അനലോഗ് ഓഫ് ഹൈപ്പോസാന്തിൻ ആണ്. വൈ ഇറ്റ് ഈസ് നോൺ ആസ് തയോ അനലോഗ് ഓഫ് ഹൈപ്പോസാന്തിൻ. ഹൈപ്പോസാന്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഈ ഒരു റിങ്ങിൽ ഈ SHന് പകരം OH വരുന്നതാണ് ഹൈപ്പോസാന്തിൻ എന്ന് പറയുന്നത്. സോ അപ്പം 6-മെർകാപ്റ്റോപ്യൂരിൻ ഹൈപ്പോസാന്തിൻ്റെ തയോൾ അനലോഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹൈപ്പോസാന്തിനിലുള്ള OH ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ ആര് വരും, SH ഗ്രൂപ്പ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ 6-മെർകാപ്റ്റോപ്യൂരിൻ എന്ന് പറയുന്നത്. ഓക്കെ,